കൂർഗിലെ മടിക്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ എസ്റ്റേറ്റും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. പ്രശാന്തിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് ഈ കാണുന്നത്. മലമുകളിലെ സൂര്യോദയമാണ് ഈ കാണുന്നത്. വീടിന് മുന്നിലെ പോട്ടഡ് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ്. ഇതിൻ്റെ പേരുകളെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പ്രശാന്തിൻ്റെ കോഫി എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അത് കാണുന്നത് ഒരു ഓറഞ്ചിൻ്റെ മരമാണ്. കാപ്പിത്തോട്ടം. ഈ മലഞ്ചെരുവിലെ ഈ മനോഹരമായിട്ടുള്ള കുളം ഇവിടുത്തെ എസ്റ്റേറ്റിലത്തെ അതേമാതിരി വീട്ടിലേക്ക് ആവശ്യമില്ല. വീട്ടിലേക്ക് അല്ലാതെ തന്നെ അവിടെ വെള്ളത്തിന് സ്രോതസ്സുണ്ട്. ഈ എസ്റ്റേറ്റിലത്തെ ആവശ്യങ്ങൾക്ക് വെള്ളം സമ്മറിൽ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് നനയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഭംഗിയാക്കി കൊണ്ട് നടക്കുന്നൊരു നാച്ചുറൽ കുളമാണത്. ഇതാണ് കാടമം. കായുണ്ടായി നിൽക്കണതാണ് ഈ കാണുന്നത്. അതിനി ഒന്നും കൂടി മൂത്ത് നല്ല റോസ് കളറോ യെല്ലോയിഷ് കളറാവും അത്. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്യും. ഇത് ബട്ടർ ഫ്രൂട്ട്. ഇവിടുത്തെ ഹാർവെസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. മുന്തിരിക്കൊല പോലെ ഇവിടെ ബട്ടർ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അത് മൂക്കാറാവണുള്ളൂ. ഇതാണ് അറബിക്ക കോഫി. ഇതും റൈപ്പാവണുള്ളൂ. അമൃതവള്ളി എന്ന് പറയുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് അത്. മനോഹരമായ മരം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ടീപ്പായും സോഫ സെറ്റുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം പ്രശാന്തിൻ്റെ വുഡ് ഇൻഡസ്ട്രിയിൽ പണിതിട്ടുള്ളതാണ്.
ആൾക്ക് ഇവിടെ മരത്തിൻ്റെയാണ്, ഫർണിച്ചറിൻ്റെയാണ് ബിസിനസ്, മേജർ ബിസിനസ്. അപ്പോൾ അങ്ങനെ ലോകത്തിൽ കാണുന്ന മരങ്ങൾ മുഴുവൻ ഇവിടെ മേടിച്ച് കൊണ്ടുവന്ന് നട്ടിട്ടിരിക്കുന്നു.